ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ പലരും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ്. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ് ഓൾ, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈക്കിൻ്റെ ചെയിൻ ലൂബ് ചെയ്യുന്ന വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതിപ്പോൾ മോട്ടീവിളിൻ്റെ C1 C2 എന്ന് പറഞ്ഞ ചെയിൻ ക്ലീനറും ചെയിൻ ലൂബുമാണ്. ഇത് രണ്ടും കൂടി ഏകദേശം 500 റുപ്പീസ് വരുന്നുണ്ട്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. സോ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് മോട്ടീവിളിൻ്റെ യൂസ് ചെയ്തിട്ടല്ല, കുറച്ചുകൂടി ലോക്കൽ നല്ല നല്ല ബ്രാൻഡാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു വെറ്റ് ലൂബാണ്. അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നു. ഏകദേശം ഒരു 500 കിലോമീറ്റേഴ്സ് ഈ ലൂബ് നിന്നോളും ഒരു വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് കെറോസിനാണ്. കെറോസിൻ ബ്രഷിൽ മുക്കി ചെയിനിൽ അപ്ലൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബൈക്ക് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ആണ് ചെയിൻ ലൂബ്. അപ്പോൾ ചെയിൻ ലൂബ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതെന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ബേസിക്കലി ഒരു ബൈക്ക് സർവീസ് കമ്പനി പറയുന്നത് 3000 to 4000 കിലോമീറ്റേഴ്സിലേക്ക് ആയിരിക്കും. ഒരു വൺസ് ഇൻ 3 months ഒക്കെ ആയിരിക്കും സർവീസ് തന്നത്. പക്ഷേ നിങ്ങളുടെ സർവീസ് മാനുവൽ നോക്കിയാൽ കാണാം, അതിനകത്ത് കമ്പനി തന്നെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓരോ 500 കിലോമീറ്റേഴ്സിലും സർവീസ് അതായത് ചെയിൻ ലൂബ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ചെയിൻ ലൂബ് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഈ വീഡിയോയിൽ നോക്കാം. സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 350 to 400 റുപ്പീസൊക്കെ അവർ ചാർജ് ചെയ്യുന്നുണ്ട് ചെയിൻ ലൂബ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിലൊരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ട് ചെയിൻ ലൂബ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓരോ തവണ നിങ്ങൾ ലൂബ് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് ചെയിൻ ഇൻസ്പെക്ട് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ചെയിൻ്റെ ലൂസാണെന്ന് നോക്കാം. ഇതിപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 1 ഇഞ്ച് പ്ലേ ഉണ്ട്. ഇതാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ചെയിൻ സ്പ്രോക്കറ്റ് ഓക്കെ ആണെന്ന് നോക്കാം. അപ്പോൾ സ്പ്രോക്കറ്റ് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇതിൻ്റെ ടീത്തെല്ലാം പെർഫെക്റ്റ് ആണെന്ന് നോക്കുക. ഒന്നും ഒടിഞ്ഞു പോയിട്ടില്ല, ഒന്നും ബെൻഡ് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക. പിന്നെ നോക്കേണ്ടത് ടീത്തൊക്കെ വേറെ ഇത് പോയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ഈ വണ്ടിയിൽ നോക്കി അറിയാം, ഇത് ഏകദേശം 16,000 കിലോമീറ്റേഴ്സ് ഓടിയതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു സ്പ്രോക്കറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാം, ഇതിൻ്റെ ഹെഡ് ഇപ്പോഴും കുറച്ച് ഫ്ലാറ്റാണ്. പുതിയ സ്പ്രോക്കറ്റ് ആണെങ്കിൽ ഇതിന് കുറച്ചുകൂടി വിട്ടുണ്ടാവും. ഇതിപ്പോൾ തേഞ്ഞ് ഇത്രയും തീർന്നതാണ്. സോ ഈ ഇമേജിൽ കാണുന്നത് വളരെ പോർലി മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു ചെയിൻ സ്പ്രോക്കറ്റുമാണ്. ആ ചെയിനൊക്കെ കണ്ടാൽ അറിയാതെ ഓൾറെഡി തുരുമ്പിടിച്ച് നാശമായിട്ടുണ്ട്. മാത്രമല്ല സ്പ്രോക്കറ്റിൻ്റെ ടീത്തും പൊട്ടിപ്പോയിട്ടുണ്ട്. സോ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റും. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ ചെയിനിൻ്റെ മാസ്റ്റർ ലിങ്ക് ആണ്. എല്ലാ ചെയിനിലും ഇതുണ്ടാവണമെന്നില്ല. ഇപ്പോൾ എൻഡ്ലെസ് ചെയിനൊക്കെ വരുന്നത് അതിനൊരിക്കലും ഈ മാസ്റ്റർ ലിങ്ക് ഉണ്ടാവില്ല. പക്ഷെ പൊതുവെ ഒരു 150 സെഗ്മെൻറ്റ് വണ്ടികൾക്കെല്ലാം ഈ മാസ്റ്റർ ലിങ്ക് ഉണ്ടാവും. അപ്പം പിന്നെ നോക്കേണ്ടത് മാസ്റ്റർ ലിങ്ക് പ്രോപ്പർ ആണോ, ഇതിന് എവിടെയെങ്കിലും ക്രാക്കോ ഒന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. ക്രാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കേണ്ടതൊക്കെ ചെയിനൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്ത് തുടങ്ങാം. ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ പലരും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഫ്രണ്ട് സ്പ്രോക്കറ്റ്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ചെയിനിലെ ഡേർട്ടെല്ലാം ഇവിടെ അക്യൂമുലേറ്റ് ചെയ്തിരിപ്പുണ്ടാവും. ഇത് കണ്ടോ, നമ്മളിവിടെ മണ്ണെണ്ണ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. മണ്ണെണ്ണ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം ഇത് മൈൽഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. ചെയിൻ്റെ ഉള്ളിൽ തന്നെ ഓറിങ്ങിനെയൊന്നും അത് ഡാമേജ് ചെയ്യില്ല. അതുകൊണ്ട് മണ്ണെണ്ണ സേഫാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യുക, ബ്രഷ് എടുക്കുക, തറവായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബൈക്ക് ഓൺ ചെയ്ത് വെച്ച് ഗിയറിലിട്ട് ചെയ്യാൻ നോക്കരുത്. വളരെ റിസ്ക്കിയാണ്. ഇതിൻ്റെ സ്പോക്കറിൻ്റെ ഇടയ്ക്ക് കൈ പോയാൽ ഒരു സംശയമില്ല, കൈ മുറിഞ്ഞു പോകും. ഒരിക്കലും അത് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ 2 മിനിറ്റ് കെറോസിനിൽ സോക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രഷ് യൂസ് ചെയ്ത് ഡസ്റ്റൊക്കെ കളയുവാണ്. താഴെ നോക്കിയാൽ കാണാം, ഇതിൻ്റെ അകത്തുനിന്ന് പോയ ഡസ്റ്റാണ് കാണുന്നത്. പിന്നെ ഈ പ്രഷർ വാഷ് ചെയ്യണത് ഞാൻ പലരും ചെയ്യണ കണ്ടിട്ടുണ്ട്. 2 മിനിറ്റിൽ പരിപാടി കഴിയും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കാരണം നമുക്ക് ഈ ചെയിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഓറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുതിയ ജനറേഷനിൽ 2010 കഴിഞ്ഞിട്ടുള്ള വണ്ടികളിലെല്ലാം ഓറിങ്സ് ആണ് വന്നത്. അതായത് ഫാക്ടറിയിൽ നിന്ന് തന്നെയായിരിക്കും ചെയിനൊക്കെ ഗ്രീസ് ചെയ്ത് തന്നെ, ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഗ്രീസൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രഷർ വാഷ് ചെയ്ത് ഈ ഓറിങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചെയിൻ അതോടെ തീർന്നു. ചെയിൻ പിന്നെ കേടാവും, പിന്നെ അധികം ലൈഫ് കിട്ടില്ല. അപ്പോൾ ഒരിക്കലും പ്രഷർ വാഷ് ചെയ്യരുത് ചെയിൻ. ബ്രഷ് ഇട്ട് ഡസ്റ്റൊക്കെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയിൻ തറവായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട്.
നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്പ്രോക്കറ്റും ഒക്കെ എങ്ങനെ ഇരുന്നിരുന്നത് ഇപ്പോൾ എന്തുമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്നൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ബൈക്ക് ഓൺ ചെയ്തിട്ട് ഇതൊന്നും ചെയ്യരുത്, ഭയങ്കര റിസ്ക്കിയാണത്. സോ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ലൂബ് അപ്ലൈ ചെയ്താൽ മതി. ലൂബ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മുടെ ചെയിൻ ഏത് ടൈപ്പാണെന്ന് അറിയണം. ഇതിപ്പോൾ ക്ലോസ്ഡ് ചെയിനാണ്, അതായത് ഓറിങ് വെച്ച് ഗ്രീസൊക്കെ ഫാക്ടറി ഇൻബിൽട്ടായിട്ട് തന്നെ ഗ്രീസൊക്കെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചെയിനിൽ ലൂബിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ റസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക, ഡസ്റ്റിന് അകത്തേക്ക് കയറാൻ നോക്കുക, അതൊക്കെയാണ് ലൂബിങ്ങിൻ്റെ പർപ്പസ്. അല്ലാതെ ലൂബ്രിക്കേഷന് വലിയ റോളില്ല ലൂബ് ചെയ്യുന്നത്. പക്ഷേ പ്ലെയിൻ ചെയിൻ ആണെങ്കിൽ ആ കേസ് അങ്ങനെയല്ല. അതിനകത്ത് എന്തോരം കൂടുതൽ ലൂബ് ഉണ്ടോ അത്രയും കൂടുതൽ ലൈഫ് ചെയിനിന് കിട്ടുന്ന രീതിയിലാണ്. പഴയ എൻഫീൽഡ് അല്ലെങ്കിൽ 2010 മുമ്പുള്ള വണ്ടികളിലൊക്കെ കൂടുതലും പ്ലെയിൻ ചെയിനാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് ക്ലോസ് ചെയിനാണ്. അപ്പോൾ മാക്സിമം നമുക്ക് ചെയിനിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രീതിയിലാണ് ലൂബ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഐഡിയ. ഇപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് സൈഡാണ് അടിച്ചു വരുന്നത്, 4 സൈഡിലും അടിച്ചു വരുന്നത്. അപ്പോൾ സ്പോക്കറിൻ്റെ ഏരിയയിൽ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രണ്ട് സൈഡ് കവർ ചെയ്തിരിക്കും. ലൂബ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് കവർ അടക്കണം. അതോടുകൂടി നമ്മുടെ പ്രോസസ്സൊക്കെ കഴിയും. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് കറക്റ്റ് ഇൻ്റർവെല്ലിലൊക്കെ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടും ചെയിൻ സ്പോക്കറ്റിന്. മാത്രമല്ല നമ്മുടെ റൈഡ് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ഒന്നും ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു സ്പോക്കറ്റിന് ഏകദേശം ഒരു 15K എങ്കിലും നമ്മൾ ലൈഫ് എക്സ്പെക്ട് ചെയ്യും. ഇപ്പോൾ ഒരു 5000 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ അത് വേറെ ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കിലോമീറ്റേഴ്സ് മുഴുവൻ നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡായിരിക്കില്ല. അപ്പോൾ മാത്രമല്ല നമ്മൾ ആക്സിലേറ്ററൊക്കെ എത്ര പതുക്കെ കൊടുക്കാൻ നോക്കിയാലും വണ്ടിയിൽ നിന്ന് തെറിക്കണ പോലത്തെ ഒരു ഫീല് വരും, സ്പ്രോക്കറ്റോ ചെയിനോ ഒക്കെ കേടായി കഴിഞ്ഞാൽ. അപ്പം പ്രോപ്പർ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലൈഫിൻ്റെ ഒരു 3/4 ഭാഗമെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു റൈഡ് കിട്ടും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്.